സിവിൽ കോഡ് മുസ്ലിംസ് മാത്രം എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇന്നും മുസ്ലിങ്ങളുടെ ചോര കുടിക്കലാണ് ഇവക്ക് പണി, മനസ്സിലായല്ലേ? അപ്പം അതിനു മുന്നേ ഹിന്ദുവായ ഈ കുണുവാവോട് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ പറയുന്ന കുണുവാവ ഭർത്താവിനെ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ള സത്യസന്ധമായ അറിവ് എനിക്ക് കിട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. തൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഡിവോഴ്സ് പേപ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ തനിക്ക് നട്ടലുണ്ടോ ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഹിന്ദു ആക്ട് പ്രകാരം ഭർത്താവ് നിലനിൽക്കെ മറ്റൊരാണിൻ്റെ കൂടെ ലിവിങ് ടുഗദറായിട്ട് കഴിയാൻ പറ്റില്ല. അതിനെ ലിവിങ് ടുഗദർ എന്നല്ല പറയാം, പച്ച വ്യഭിചാരം എന്നാ പറയാം. ഇനി ഭർത്താവ് നിലനിൽക്കച്ചല്ലേ ഒരു അന്യപുരുഷൻ്റെ കൂടെ കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, അത് നിയമപ്രകാരം വളരെ തെറ്റായ ഒരു കാര്യമാണ്. അപ്പോൾ ഭർത്താവിന് ഭാര്യയുടെ പേരിൽ കേസ് കൊടുക്കാം. അങ്ങനെ കേസ് കൊടുത്തതാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ കേസ് ഇന്ന് യൂട്യൂബിലും കിടക്കുന്നുണ്ട്, വാർത്തകളിലൊക്കെ ഇടം പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയമം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ടാണ് ഈ പുള്ളിക്കാരി കയറാൻ നോക്കുന്നത്. അപ്പോൾ ഇത് ഹിന്ദുക്കൾക്ക് ബാധകമാണേ, അത് തനിക്ക് തീർച്ചയായിട്ടും. അപ്പം താൻ എന്തോ വ്യഭിചാരമാണോ നടത്തുന്നത്? ലിവിങ് ടുഗദർ അല്ല എന്തായാലും നടത്തുന്നത്. ഭർത്താവിൽ നിന്നും ഡിവോഴ്സ് പേപ്പർ കിട്ടാത്ത ലസിത പാലയ്ക്കൽ ഇപ്പം ചെയ്യുന്നത് പച്ച വ്യഭിചാരമാണ്. അപ്പം വ്യഭിചാരത്തിൻ്റെ കുറ്റത്തിന് നിയമപാലകർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്വയം കേസ് എടുക്കാവുന്നതാണ്. ഇനി മുസ്ലിംസ് ഒരു വിഭാഗം ആൾക്കാർ കൂട്ടായിട്ട് ഈ പുള്ളിക്കാരിയുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കുടുങ്ങും കുണുവാവ. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, കുറേ നാളായിട്ട് ഈ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്ന ഈ കുണുവാവയ്ക്കെതിരെ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് ഈ വ്യഭിചാരം നടത്തുന്ന ഈ കുണുവാവയെ ആദ്യം അകത്തിടണം എന്നാണ് പറയുന്നത്. ഡിവോഴ്സ് പേപ്പർ പോലും കിട്ടാതെ ഒരു ആണിൻ്റെ കൂടെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന അതിനെ ഒരിക്കലും ലിവിങ് ടുഗദർ എന്ന് പറയത്തില്ല. അപ്പോൾ ഈ വ്യഭിചാരം നടത്തുന്ന കുണുവാവയെ എത്രയും പെട്ടെന്ന് അകത്താക്കാൻ എല്ലാ ആൾക്കാരും കട്ട സപ്പോർട്ടായിട്ട് കേസ് കൊടുക്കുക. ഇത് എനിക്ക് കിട്ടിയ അറിവാണ്. ഇവളുടെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് ചെയ്തിട്ടുമില്ല. അതേപോലെ ഇപ്പം ഇരിക്കുന്ന ആ ഒരു ആണിൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ടുമല്ല നിൽക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ച് നിന്നാലും ഇവളുടെ പേരിൽ കേസ് എടുക്കാം, കാരണം ആദ്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയായാലും ആർക്കും ഈ സാധനത്തിനെ ഇപ്പം പൂട്ടാവുന്നേ ഉള്ളൂ. ഈ ഒരു അവസരം നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഓക്കെ, നന്ദി, നമസ്കാരം. കുണുവാവേ. അപ്പം